ഫഹദ് നന്നൻ്റെ ആവേശം, രാജേട്ടൻ്റെ നമ്മുടെ ആടുജീവിതം, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം, അതുപോലെ തന്നെ നമ്മുടെ റിലീസിന് വന്ന ഗില്ലി സിനിമയുടെ കളക്ഷൻ എന്നീ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ്സ് ആണ് വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമുക്ക് ആവേശം സിനിമേൻ്റെ കേരള കളക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമ കേരളം എന്ന് 15 ദിവസം കൊണ്ട് സിനിമ 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. 16-ാം ദിവസം സിനിമ കേരളത്തിൽ നിന്ന് 2.95 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. 17-ാം ദിവസം സിനിമയ്ക്ക് 2.95 കോടി, 18-ാം ദിവസം സിനിമയ്ക്ക് 3.35 കോടി. അങ്ങനെ 18 ദിവസം സിനിമ കേരളത്തിൽ നിന്ന് ബോക്സ് ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ ടോട്ടൽ ഗ്രോസ് ആയിട്ട് 59.75 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് 19-ാം ദിവസമാണ് സിനിമ. ഇന്നത്തോടെ 60 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. 6ാമത്തെ മലയാള സിനിമയാണ് അങ്ങനെ 60 കോടി ക്ലബിലോട്ട് ഇടാൻ പോകുന്നത്. സിനിമയുടെ തമിഴ്നാട് നോക്കുകയാണെങ്കിലും 18 ദിവസത്തെ കളക്ഷനൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ മുന്നേറ്റം വരുന്നുണ്ട്. 15 ദിവസം കൊണ്ട് സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഓൾമോസ്റ്റ് 5.95 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3ാമത്തെ ആഴ്ചയായപ്പോൾ സിനിമയ്ക്ക് 1.55 കോടിയും കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് 7.5 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഗ്രോസ് ആയിട്ട്. 4ാമത്തെ നല്ലൊരു മലയാള സിനിമയാണ് തമിഴ്നാട്ടിൽ അത്യാവശ്യം വലിയൊരു കളക്ഷനിലോട്ട് പോകുന്നത്. ഇനി നമുക്ക് സിനിമേൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ 18.55 കോടി കാണുന്നുണ്ട്. നമ്മുടെ ഓൾ ടൈം ഇന്ത്യൻ ഗ്രോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സിനിമ 78.4 കോടി, സിനിമ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് ഓവർസീസിൽ നിന്ന് മാത്രമായിട്ട് 49.2 കോടി, ഓൾമോസ്റ്റ് 50 കോടിയിലൂടെ അടുത്തേക്ക് പോകുന്നു. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 18 ദിവസം നോക്കുകയാണെങ്കിൽ 127.5 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. മെഗാ ബ്ലോക്ക് ബസ്റ്ററിലോട്ടാണ് ഫഹദ് ഫാസിൽ ചേട്ടൻ്റെ നമ്മുടെ ആവേശം മുന്നേറുന്നത്. എന്തായാലും ഈ അപ്ഡേറ്റുകളും ഈ കളക്ഷനും നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, നമ്മുടെ നെസ്ലിൻ്റെ പ്രേമലു സിനിമയുടെ റെക്കോർഡ് ഇപ്പം തകർക്കും, അല്ലെങ്കിൽ ക്രോസ് ചെയ്യും. ആവേശം സിനിമയ്ക്ക് ശേഷം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആടുജീവിതം സിനിമയുടെ കളക്ഷനാണ്. 32 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്നിട്ട്. സിനിമ 32 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 77.3 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 19.7 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ടോട്ടലായിട്ട് ഡൊമസ്റ്റിക് ഗ്രോസ് കളക്ഷൻ നോക്കുമ്പോൾ സിനിമ 100 കോടിൻ്റെ അടുത്ത് വരുന്നുണ്ട്. 97 കോടിയാണ് ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് ഇതുവരെയായിട്ട്. ഓവർസീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് സിനിമയ്ക്ക് 58.75 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ ഗ്ലോബൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 155.75 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കാം. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയായിരുന്നു, അല്ലെങ്കിൽ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമേൻ്റെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിൽ നിന്ന് ഇതുവരെയായിട്ട് 35 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 7.4 കോടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇതുവരെയായിട്ട് ടോട്ടൽ ഗ്രോസ് ആയിട്ട് 42.4 കോടിയും സിനിമ നേടിയെടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഓവർസീസ് കളക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് സിനിമയ്ക്ക് 35.25 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസിംഗ് കളക്ഷൻ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 77.65 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതും വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലോട്ട് തന്നെയാണ് നയിച്ചു പോകുന്നത്. ഇതുവരെ വന്നതിൽ വിനീത് ശ്രീനിവാസനെയും നിവിൻ്റെയും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ഏറ്റവും നല്ലൊരു ഗ്രോസിംഗ് സിനിമയായി മാറുകയാണ് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമേൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ഗില്ലി എന്ന സിനിമ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സിനിമേൻ്റെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഗില്ലി നേടിയെടുത്തിരിക്കുന്നത് 18.75 കോടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് കളക്ഷൻ നോക്കുമ്പോൾ ഇത്രയുണ്ടെങ്കിൽ കർണാടകയിൽ എത്ര ഉണ്ടാവും? അത്ര വലിയതൊന്നുമില്ല, വളരെ കുറവാണ്. 1.20 കോടിയേ ഉള്ളൂ സിനിമയ്ക്ക് കർണാടകയിൽ നിന്ന് ഈ സിനിമേൻ്റെ റിലീസ് കളക്ഷൻ നോക്കും. മറ്റ് ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് 65 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ്റെ പുറത്ത് ഓവർസീസ് ആയിട്ട് സിനിമയ്ക്ക് 6.25 കോടി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് 9 ദിവസം കൊണ്ട് സിനിമ 26.85 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. റിലീസിൽ വന്ന ഏറ്റവും നല്ലൊരു കളക്ഷൻ നേടിയ ഒരു ഇന്ത്യൻ സിനിമയായി മാറിയിരിക്കുകയാണ് ഗില്ലി എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ എന്തായാലും ഇത്രയും സിനിമ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിരിക്കുന്നത്. കൂടുതൽ കളക്ഷൻ പ്ലീസ് ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.